ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബോയ്സ് സീസൺ 5 എപ്പിസോഡ് 6ൻ്റെ റിവ്യൂ ആണ്. നോൺ സ്പോയിലർ റിവ്യൂ ആയിരിക്കും, എന്നാലും കുറച്ചൊക്കെ പറയും. കഥ കാരണം ഇപ്പോൾ ഓൾറെഡി എപ്പിസോഡ് വന്നല്ലോ, ഓരോ ആഴ്ചമാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി എന്ന് തീരുമെന്നൊരു ഐഡിയ ഇല്ല. ആറാമത്തെ എപ്പിസോഡായി ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഗുഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, ബട്ട് തുടക്കത്തിൽ തന്നെ ആ ഒരു ഈ ബാക്കിൽ നിന്ന് പറഞ്ഞ സംഭവം, പിന്നെ ചോരയും പിന്നെ ടൈറ്റിൽ കാർഡ് എഴുതിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് ഇവിടെ ക്രിയേറ്റിവിറ്റി വളരെ എക്സ്ട്രാ വർക്കാവും. അങ്ങനത്തെ ചെറിയ പരിപാടിയിലൊക്കെ ലൈക്ക് ഹോംലാൻഡർ സ്റ്റിൽ സിക്ക്, ഹീസ് വെരി സിക്ക്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ഛർദ്ദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മറ്റേ ഈ ആപ്പിൻ്റെ സിമോണ ആഷ്ലി ആപ്പിൻ്റെ തലയുടെ വേറൊരു തല ബാക്കിൽ, എന്നിട്ട് അത് സംസാരിക്കണത്, ആ ഒരു സംഭവം ചെയ്യണത്, അതൊക്കെ ഭയങ്കര ഛർദ്ദിക്കാൻ വേറെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രയും സീനായിട്ട് തോന്നിയില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കണ പോലെ എനിക്ക് തോന്നി. അത് സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഹ്യൂവിയുടെ ഒരു മൈൻഡ് സെറ്റ്, അത് പുള്ളി എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിലെ കണ്ടുകൊണ്ടുവരുന്ന ആ പുള്ളിയുടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എന്ത് സംഭവിച്ചാലും പുള്ളി പറയും അത് കുഴപ്പമില്ല, നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഒരു പോസിറ്റിവിറ്റി ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കണം. അത് സ്റ്റാർലൈറ്റ് അത് അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ സംഭവം എനിക്ക് ഇതിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി അത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ കാരണം എന്താണെന്ന് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് വളരെ നന്നായിട്ട് കണക്റ്റായി. ഈ ഒരു എപ്പിസോഡിലെ ബെസ്റ്റ് ഡയലോഗ് ഹ്യൂയി പറഞ്ഞതായിരുന്നു. കാരണം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ 90% നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് കൂട്ടുന്നതും 10% ശരിക്കും നടന്നത്. അത് വളരെ കറക്റ്റായ കാര്യമാണ്. അതെനിക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കൂടുതലും എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഓടുന്ന കുറേ ഓവർ തിങ്കിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതാണ് മെജോറിറ്റി. ശരിക്കും നടന്ന കാര്യം ഇത്രയാണെങ്കിൽ എൻ്റെ തലയിൽ ശരിക്കും കയ്യിലൊതുങ്ങൂല, അത്രയും എൻ്റെ ഓവർ തിങ്കിങ് ഉണ്ടാവും. അപ്പം എനിക്കത് വളരെ നന്നായിട്ട് റിലേറ്റബിൾ ആകാൻ പറ്റി. ചിലപ്പോൾ എൻ്റെ ലൈഫിൽ എന്തോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ആവാം ചിലപ്പോൾ എനിക്കത് ആ ഒരു ചെറിയ കാര്യത്തിനെ പോലും ഇത്രയും ഓവർ തിങ്കിങ് ചെയ്ത് അങ്ങാട് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. മേ ബി കാരണം ഇത്രയും സംഭവിച്ചാലും അതിന് കൂടുതലാകാൻ ചിലപ്പോൾ കുറേ സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അധികം ആലോചിക്കാനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത്തിരി സംഭവിച്ചതിനെ തന്നെ വലുതാക്കി ആലോചിച്ച് ആ ഒരു സമയം കളയാൻ വേണ്ടി അറിയില്ല, ലൈക്ക് ഇത്രയും ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു ഡയലോഗൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഡയലോഗായിരുന്നു. അതാണ് എനിക്ക് ഈ ഒരു എപ്പിസോഡിൽ ഒരു പെട്ടെന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു ഇടി, ഇത് കറക്റ്റായിട്ടൊരു ഇടി, അത് അത് കണ്ടപ്പോൾ തന്നെ നിന്റെ സാധനം വന്നടാ എന്ന് പറഞ്ഞ് ബുച്ചറിൻ്റെ ഒരു കളിയാക്കലും. പിന്നെ എമ്മിന് അത് ശരിക്കും മീമാക്കേണ്ടതാണ്, പക്ഷെ പുള്ളിക്ക് മീം കിട്ടുന്നില്ല. എല്ലാ മീമും നമ്മുടെ ഹോംലാൻഡർ കൊണ്ടുപോയി. അങ്ങനെ പുള്ളിക്ക് ആ ഒരു കളിയാക്കലിൽ നിന്ന് പുള്ളി നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇടക്കും അത് വെച്ചാണ് അടി വെച്ച് ബോൾസ് അടിയാണ് പുള്ളിക്ക് എപ്പോഴും കിട്ടാറ്. അപ്പോൾ ആ ഒരു സംഭവം വളരെ കോമഡി ആയിരുന്നു. ബട്ട് ആസ് യൂഷ്വലി ഡിസ്കസ്റ്റിംഗ് സംഭവം. പിന്നെ സേജിൻ്റെ കൂറുമാറിയത്, അത് അങ്ങാട് ആ ഒരു ടീമിലേക്ക് പോകുന്നതായിട്ട് വിചാരിച്ചില്ല. ബട്ട് ആ പെണ്ണ് ബങ്കറിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള കുറച്ച് നുണക്ക് വിദ്യകളൊക്കെ ചെയ്യും എന്നൊക്കെയായിരുന്നു എൻ്റെ ഐഡിയ. ലൈക്ക് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് സെയ്ജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ലൈക്ക് എനിക്ക് പേഴ്സണലി എത്ര ഇഷ്ടമായിട്ടുള്ള ക്യാരക്ടർ അല്ല, ആൻഡ് വളരെ ബുദ്ധിയായിട്ടുള്ള ക്യാരക്ടർ എന്നൊക്കെയാണ് പറയണത്. എനിക്ക് പേഴ്സണലി പുള്ളിയെ വലിയ ബുദ്ധിക്കറിയാൻ തോന്നിയില്ല. അത് ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ബുദ്ധി എത്ര വർക്കായില്ല. കാരണം പുള്ളിക്കാരുടെ ബുദ്ധി എന്ന് പറയുന്നത് റൈറ്റേഴ്സിൻ്റെ ബുദ്ധി അല്ലേ. ഏറ്റവും സ്മാർട്ടസ്റ്റ് ക്യാരക്ടർ അത് ഏത് ഷോയിലാണെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ ബുദ്ധിയാണ് ആ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നവരുടെ ബുദ്ധി അല്ലോ, ആ ഒരു റൈറ്റേഴ്സിൻ്റെ ബുദ്ധി. അപ്പോൾ ഈ ഒരു റൈറ്റേഴ്സിന് അത്രയും ബുദ്ധി വന്നില്ലെന്ന് തോന്നുന്നു. കാരണം ആ ഒരു പോർഷനിൽ ശരിക്കും ഇറ്റ്സ് വെരി പ്രഡിക്റ്റബിൾ അല്ലേ. എല്ലാവർക്കും പറയാൻ പറ്റും ഹോംലാൻഡറിന് തന്നെ കിട്ടുമെന്ന സാധനം. എന്നിട്ടും പുള്ളിക്കാരത്തേക്ക് പറയാൻ പറ്റിയില്ല. എന്നിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അയ്യോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ലൈക്ക് അത്രയും ക്ലെവറായിട്ട് തോന്നിയില്ല ആ ഒരു ക്യാരക്ടറിൽ നിന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് നോയറിൻ്റെ മരണം. അത് കൊന്നാലെന്ത് കൊന്നില്ലെങ്കിലും എന്ത് പോലെ. ഈ ബ്ലാക്ക് നോയർ നോട്ട് ഇൻട്രസ്റ്റിംഗ്, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല. പഴയ ബ്ലാക്ക് നോയർ അടിപൊളിയായിരുന്നു. പിന്നെ ഡീപ്പ് തന്നെ കൊന്നു. ഡീപ്പിന് വേണ്ടി ഡീപ്പിൻ്റെ കയ്യിൽ നിന്ന് മരിക്കാൻ വേണ്ടി അതിനെക്കാട്ടും വലിയ തോൽവിയില്ല. കാരണം ഡീപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്ട്രോങ് ക്യാരക്ടർ, ഇത്രയും ലൈക്ക് നട്ടലില്ലാത്ത ക്യാരക്ടർ വേറെ ഇല്ല. ബോയ്സ് യൂണിവേഴ്സിലെ ഏറ്റവും നട്ടലില്ലാത്ത ക്യാരക്ടറാണ്. എന്തിനു വേണ്ടി ആരുടെ ഷൂ നക്കിയും ജീവിക്കുന്ന ഒരു വൃത്തിയായിട്ട ഒരു ക്യാരക്ടറാണ് ഡീപ്പ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് മരിക്കേണ്ടി വന്നു അതിനെക്കാട്ടും വലിയ തോൽവിയില്ല. സോ അതങ്ങനെ തീർന്നു. പിന്നെ എന്താണ്
മീനുകൾക്ക് ചതി, പാവം മീനുകൾ ഈ ഒരു വധൂരി കാരണം മരിക്കേണ്ടി വന്നു. പിന്നെ അവസാനം കാണിച്ച ഒരു ക്ലൈമാക്സ്, അതിനു മുമ്പ് പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്, ഇമ്മോർട്ടാലിറ്റി. ഇത്രയും നാളെല്ലാം നമ്മൾ ഇമ്മോർട്ടാലിറ്റി സിനിമയിലും ഷോയിലൊക്കെ കണ്ടപ്പോൾ ഒരു വലിയ സംഭവമാണെന്നും, പിന്നെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഫാന്റസിയാണ്. അതൊരിക്കലും നടക്കാത്ത കാര്യം തന്നെയാണ്. ബട്ട് അതൊരു കേഴ്സാണെന്ന് ശരിക്കും ഈ ഒരു എപ്പിസോഡിലെ ഈവൻസ് ഒക്കെ വെച്ച് കാണിച്ച്, പിന്നെ ആ ഒരു 2 ക്യാരക്ടേഴ്സ് ഗോൾഡിയും പിന്നെ എൻ്റെ പേരെന്തായിരുന്നു മറ്റേവൻ ഡെത്ത് സ്റ്റാറാ എന്തോ ഒരു സാധനം മരിച്ചു, ബോംബ് സൈറ്റ് എന്തോ സാധനം, പുള്ളിയുടെ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് കാണിച്ചെന്ന് ഇമ്മോർട്ടാലിറ്റി ശരിക്കും ഒരു കേഴ്സാണ്. അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ട് കാണാത്തക്ക വിധം അവരത് ഷോ ചെയ്തു. അതൊരു വളരെ നല്ലൊരു സംഭവം, നല്ലൊരു സ്റ്റോറി ലൈൻ ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ക്ലൈമാക്സ്, സോൾജർ ബ്രോയി കൊള്ളാട്ടാ. ലൈക്ക് നമുക്ക് ശരിക്കും ദേഷ്യം വരാൻ വേണ്ടി കുറെ അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ വെറുക്കണം. ബട്ട് ഒരിക്കലും എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ വെറുക്കാൻ പറ്റുന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ആക്ടർ, ആ ഒരു ആക്ടറിന്റെ ഒരു പെർഫോമൻസും പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ടായിരിക്കാം. പിന്നെ പുള്ളിക്കാരൻ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം, അതുപോലെ വാക്ക് പാലിച്ച് സ്റ്റിൽ ഹാസ് സം ഇന്റഗ്രിറ്റി, കുറച്ചെങ്കിലും ഇന്റഗ്രിറ്റി ഉണ്ട്. നമ്മുടെ ഹോംലാൻഡറിനെ പോലെ ഒരു പാൽക്കുപ്പിയല്ല, പാൽക്കുപ്പി അത് ബാക്കി വേർഡ് പറയുന്നില്ല. സോ യാ, ക്ലൈമാക്സ് ഹാപ്പൻഡ്, അത് എല്ലാവർക്കും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇനിയാണ് ശരിക്കും സീനാകാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ശരിക്കും കാണേണ്ടത്. ഇനി ചോരക്കളിയുടെ ഇതായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ഐ എം ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് എപ്പിസോഡ്. അടുത്ത ആഴ്ച ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.